ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആപ്പിൾ ഐഫോൺ 16 ആണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 24ഓളം ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഞാൻ ഈ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺ 16 പറ്റിയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. പിന്നെ ബെസൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇൻ ഹാൻഡ് ഫീൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെയിറ്റ് 171 ഗ്രാമേ വരുന്നുള്ളൂ, തിക്നെസ് 7.8 mm വരുന്നുള്ളൂ. അപ്പം ഓവർ വെയിറ്റ് എന്നുള്ള ഒരു ഫോണൊന്നുമല്ല. അപ്പം അതിലൊന്നും ഇഷ്യൂസ് ഇല്ല. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു ഫോൺ കേസ് ഇടാതെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് സ്ലിപ്പായി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഫോൺ മേടിച്ച ഉടനെ തന്നെ ഒരു കേസ് ഇടുക, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗ്ലാസും ഒട്ടിക്കുക. ഇനി ഫ്രണ്ടിലുള്ള പ്രൊട്ടക്ഷനൊക്കെ എത്ര ബെറ്റർ ആണ് എന്ന് പറഞ്ഞാലും ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് തന്നെ യൂസ് ചെയ്യുക, വെറുതെ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബട്ടൺസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വോളിയം കുറയ്ക്കാനും കൂട്ടാനുള്ള ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്, താഴത്തൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പണ്ടത്തെ ഫോണിലുള്ള പോലെ മറ്റേ ലൈറ്റ്നിങ് പോർട്ടൊന്നുമില്ല, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് പുതിയ അഡീഷൻ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു സൈഡിൽ ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം പഴയ ഐഫോൺ 15 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് മാറ്റിയിട്ട് എന്തും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഫ്ലാഷ് ലൈറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആപ്പ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിലോട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള ഒരു അഡീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ ബട്ടനാണ്. അപ്പം ഈ ഒരു ക്യാമറ ബട്ടൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ ആപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും. പിന്നെയും സിംഗിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കും. പിന്നെ നമ്മൾ ഇതിൽ ലോങ് പ്രസ് ചെയ്തിട്ട് അമർത്തി പിടിച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പതുക്കെ ഞെക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് സൂം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും പതുക്കെ ഞെക്കിയിട്ട് 2 പ്രാവശ്യം അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ലഭിക്കും. ഇതിൽ നിന്ന് ഡെപ്ത് ചേഞ്ച് ചെയ്യുക, എക്സ്പോഷർ ചേഞ്ച് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു ബട്ടൺ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ടൊന്ന് ശീലമാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ചിലപ്പം എടുത്തേക്കാം. ഇപ്പം ഇനീഷ്യലി ഔട്ട് ഓഫ് ദി ബോക്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് പെട്ടെന്ന് ശീലമാവാത്തതുകൊണ്ട് പലരും ഇത് യൂസ് ചെയ്യാതെ പോവാനും ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷെ യൂസ് ചെയ്ത് ശീലമാവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു അഡീഷൻ തന്നെയാണ്. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റന്റും ഡസ്റ്റ് റെസിസ്റ്റന്റും ആണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതുകൊണ്ട് വെള്ളത്തിൽ ഇടരുത്. IP68 റേറ്റിംഗ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറന്റിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. IP68 റേറ്റിംഗ് ഉണ്ട് എന്ന് വെച്ചിട്ട് മാതിരി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇനിയിപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ ഐഫോൺ 15 വന്നിട്ടുള്ള സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പം പഴയ പോലെ തന്നെ 6.1 ഇഞ്ചിന്റെ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഡോൾബി വിഷന്റെ സപ്പോർട്ട്, HDR10ന്റെ സപ്പോർട്ട്, ഈ കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഇപ്പം ഇതൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഭയങ്കര ഗെയിമറോ അങ്ങനെയൊന്നുമില്ല. ഞാൻ കൂടുതലും ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത് വീഡിയോസ് കാണുക, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ടൈമിൽ എനിക്ക് വലിയ ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല. നോർമൽ യൂസിൽ ഈ ഒരു 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ ഉള്ളൂ എന്നത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു ഫോൺ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, വേറെയും 2 ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡ് ഫോൺസ് ആണ്. അപ്പം അതിൽ ഒന്നിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഒന്നിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം യൂസ് ചെയ്താൽ അതിനോട് ശീലമായിട്ട് വരുന്നതും ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളൊരു ഹെവി ഗെയിമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു കൂടിയ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തത് നിങ്ങളെ ബാധിച്ചേക്കാം. ചില ഗെയിമുകളിലൊക്കെ 120 FPS അതുപോലെ തന്നെ 90 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേ അത് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അതിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഗെയിമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നോർമൽ യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് വീഡിയോസ് ഒക്കെ കാണാനാണ് ഫോൺ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതുപോലുള്ള ആപ്പുകളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു ഇഷ്യൂ ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ ഫേസ്ബുക്കിൽ ഫാസ്റ്റായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. പക്ഷേ നോർമൽ രീതിയിൽ പതുക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യില്ല.
പിന്നെ നല്ല ലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിലോട്ട് നമ്മൾ ഫോൺ കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ് ഇപ്പം 1 നിറ്റ്സ് വരെ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം പഴയ 15നേക്കാളും നമുക്ക് കൂടുതൽ ബ്രൈറ്റ്നസ് ഇതിൽ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല, പല ആൻഡ്രോയിഡ് ഫോൺസിലും അതുണ്ട്, പക്ഷേ ഇതിൽ വരുന്നില്ല. പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൽ HDRന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ HDRന്റെ സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ 4K വീഡിയോ പ്ലേബാക്കും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K വീഡിയോ പ്ലേബാക്കിലൊന്നും ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് HDR10ന്റെ സപ്പോർട്ടും ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ നോർമലി നമ്മൾ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഓവർ ബ്രൈറ്റ് ആവുക അതുപോലത്തെ കാര്യങ്ങളൊന്നുമില്ല. HDR ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി സൗണ്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പം അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോണ്ടന്റ് വ്യൂയിങ്ങിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ടൈപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷൻ എഫക്റ്റ് നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 15നേക്കാളും ഇരട്ടി സ്ട്രോങ് ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഒരു സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ iOS 18 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കുറെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പം ആൻഡ്രോയിഡ് ഫോൺസിൽ കൊല്ലങ്ങളായിട്ടുള്ള ഇപ്പം ആപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം, ഇതുപോലുള്ള ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഹോം സ്ക്രീൻ ഇഷ്ടമുള്ള പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ കൺട്രോൾ സെന്ററിൽ പുതിയ കുറേ പേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ആപ്പും കൺട്രോൾ സെന്ററിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 16ൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 15 സീരീസിൽ പ്രോയിലും പ്രോ മാക്സിലും ഈ ഒരു ആപ്പിൾ ഇന്റലിജൻസ് വരും, പക്ഷെ 15ലും 15 പ്ലസിലും ഉണ്ടാവില്ല. എന്നാൽ 16ൽ നമുക്ക് അത് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ നിലവിൽ ആ ഒരു ഫീച്ചർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ഭാവിയിൽ ഈ ഒരു ഫീച്ചർ ഇതിൽ വരും എന്നേ ഉള്ളൂ. 15ൽ അത് വരില്ല. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3561 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3349 mAh ബാറ്ററി എന്നുള്ളത് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പ്രോസസ്സർ 3nm പ്രോസസ്സറാണ്. പഴയ ഫോണിൽ 4nm പ്രോസസ്സറൊക്കെ ആയിരുന്നു. ബെറ്റർ ആയിട്ടുള്ള സ്ക്രീൻ ഓൺ ടൈമും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കും. ഇപ്പം എൻ്റെ ഒരു യൂസേജിൽ ഇതെങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഞാൻ സാധാരണ രാവിലെ ഫോൺ ചാർജ് ചെയ്തിട്ടാണ് പോവാറ്. ഒരു 7 മണി 8 മണി നേരത്തെ ഞാൻ ഫോൺ ചാർജ് ചെയ്യും. ഒരു 80 to 90% ആയിരുന്നു ആദ്യം ആക്കിയിരുന്നത്. ഇപ്പം 80% ഞാൻ ആക്കിയിട്ട് പോവാറ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ എത്തുന്ന സമയത്ത് പൊതുവെ ഒരു 30-35% ചാർജ് ബാക്കി ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ഇപ്പം നെക്സ്റ്റ് ഡേ ചാർജ് ചെയ്യുന്ന സമയത്തും ഒരു 20-25% ചാർജ് അതിൽ ബാക്കി ഉണ്ടാവാറുണ്ട്. സോ 1 ഡേ ഈസി ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാറ്ററി ടെസ്റ്റ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ 8 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്തു. അതുപോലെ തന്നെ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തു. അതുപോലെ തന്നെ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8 മണിക്കൂർ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ലൊരു ടൈമൊക്കെ തന്നെയാണ്. പിന്നെ ചാർജിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഫുള്ള് ചാർജ് ആവാൻ 1.25 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ 100% ചാർജ് ചെയ്യാറില്ല. അതല്ല ബെറ്റർ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 80% അല്ലെങ്കിൽ മാക്സിമം ഒരു 90% വരെയൊക്കെ ചാർജ് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ നോർമലി 0 to 75% എത്താൻ 45 മിനിറ്റൊക്കെയാണ് നമ്മുടെ ബാറ്ററി ടെസ്റ്റിൽ എടുത്തിട്ടുള്ളത്. പക്ഷെ നോർമലി നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്. അപ്പം ഒരു 20-25% ഉണ്ടാകുമ്പോഴാണ് ചാർജ് ചെയ്യാറ്. അപ്പം ഒരു 30 to 45 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ദിവസം യൂസ് ചെയ്യേണ്ട ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 80% വരെയൊക്കെ ചാർജ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ ചാർജിന് ഇട്ടാൽ ഒരു 56% ചാർജ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാറ്ററി ടെസ്റ്റിൽ. ഇനി നമ്മുടെ പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 18 ബയോണിക് ചിപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3nm പ്രോസസ്സറാണ്. അപ്പം കുറച്ചും കൂടി പവർ എഫിഷ്യൻ്റ് ആണ്. അതുമാത്രമല്ല 8 GB റാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം പഴയ 15ലൊക്കെ 6 GB റാമാണ് വരുന്നത്. പറയപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു 8 GB റാം വേണം. അതുകൊണ്ടാണ് 16ൽ 8 GB റാം കൊടുത്തത് എന്നാണ്. എന്തായാലും 8 GB റാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ജമ്പാണ്. അതിൽ A16 ബയോണിക് ചിപ്പാണ് വന്നിട്ടുള്ളത്. 16ൽ 18 ബയോണിക് ചിപ്പും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആൻതൂത്ത് സ്കോറും ഗീക്ക്ബെഞ്ച് സ്കോറും ഇതുപോലുള്ള സ്കോറുകളൊക്കെ നോക്കുമ്പോൾ
നമുക്ക് 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ജമ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ആൻതൂത്ത് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,40,000 അടുത്ത് വരുന്നുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെയാണ്. അതുപോലെ തന്നെ ഗീക്ക് ബെഞ്ചിന്റെ റിസൾട്ട് ഇതാണ്. സിംഗിൾ കോറിൽ 3241, മൾട്ടി കോറിൽ 7610 ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു സ്കോർ തന്നെയാണ് അതും. അതുപോലെ തന്നെ 3D മാർക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നല്ല സ്കോറും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 23.2 FPS കാര്യങ്ങളൊക്കെ വൈൽഡ് ലൈഫ് എക്സ്ട്രീം ടെസ്റ്റിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ജസ്റ്റ് സ്കോറുകളുടെ കാര്യം മാത്രമാണ്. നോർമൽ യൂസിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പം BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, അസ്ഫാൾട്ട് ഇതുപോലുള്ള ഗെയിമുകളൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റേ ട്രേസിംഗ് എന്നുള്ള ഒരു ഫീച്ചർ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ 15 അത് വരുന്നില്ല. 15 പ്രോയിലൊക്കെ ഉണ്ട്, പക്ഷെ 15 അത് വരുന്നില്ല. അപ്പം റേ ട്രേസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ചില ഗെയിമുകളിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതിൽ നമുക്ക് ലഭിക്കും. ഇപ്പം റെസിഡന്റ് ഈവിൾ 4 പോലുള്ള ഗെയിമുകൾ എനിക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ 15 അത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഈവൻ ചില ഗെയിമുകൾ കളിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് 16 വേണം. 15 അത് നടക്കില്ല. ഇപ്പോൾ 15 പ്രോയിലൊക്കെ ഉണ്ട്, പക്ഷേ 15 അതില്ല. അപ്പോൾ ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ അത്യാവശ്യം ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ 15 മോശം ഗെയിമിംഗ് ഫോണാണ് എന്നല്ല പറയുന്നത്. 15 അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എന്നാലും 16 നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ ടെസ്റ്റിൽ മാക്സിമം 43 ഡിഗ്രിയൊക്കെയാണ് പോയിട്ടുള്ളത്. അതൊരു ഓവർ ഹീറ്റിംഗ് ആണോ എന്ന് വെച്ചാൽ അത് ഓവർ ഹീറ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. നോർമലി നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചറൊക്കെ അക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നുമില്ല, ഫേസ് ID ആണ് വരുന്നത്. ഫേസ് ID നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഈവൻ ലോ ലൈറ്റ് കണ്ടീഷൻസിലും ഫേസ് ID അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കോളിങ്ങിനൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കോളിങ്ങിന് ഒരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ Wi-Fi 7 സപ്പോർട്ടിന് ഇതിൽ വരുന്നുണ്ട്, പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ Wi-Fi 7 എൻ്റെ കയ്യിലില്ല. എന്തായാലും Wi-Fi 7 സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം iPhone 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു അപ്ഗ്രേഡ് ആണ്. ഇനി നമ്മൾ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് 12 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ 15 16 തമ്മിലുള്ള ഒരു ക്യാമറ കമ്പാരിസൺ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്തായാലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് ഒക്കെ ഉള്ള നാച്ചുറൽ കണ്ടീഷൻസിൽ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓവർ കളർ ബൂസ്റ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഡീറ്റെയിൽസും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ല ലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ. അതുപോലെ തന്നെ നല്ല പോർട്രേറ്റ് ഫോട്ടോസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോർട്രേറ്റ് ഫോട്ടോസിന്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ പോർട്രേറ്റ് ഫോട്ടോസ് ബെറ്റർ ആണ്. ഇപ്പം ബാക്കിൽ നിന്നൊക്കെ ലൈറ്റ് അടിക്കുന്ന കണ്ടീഷൻസിൽ നമുക്ക് 16 ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. ഇനി ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസിലും വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന പുതിയൊരു അഡീഷൻ എന്താണെന്ന് വെച്ചാൽ മാക്രോ ഫോട്ടോസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ 15 ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നല്ല മാക്രോ ഫോട്ടോസും ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പം വീഡിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം വീഡിയോയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബാക്കിൽ നിന്ന് വരുന്ന ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷൻസിലും അത്യാവശ്യം തിരക്കുകളില്ലാത്ത വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിന്റെ കാര്യത്തിലൊക്കെ നല്ല ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസിലും ആ ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ വീഡിയോസിന്റെ കാര്യത്തിലും സെൽഫി ക്യാമറയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് കൺട്രോളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിയോ മിക്സ് എന്നുള്ള ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല സൗണ്ടൊക്കെ ഉള്ള കണ്ടീഷൻസിലാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, അതായത് പുറത്തൊക്കെ പോയിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഓഡിയോ മിക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻ ഫ്രെയിം, സ്റ്റുഡിയോ, സിനിമാറ്റിക് ഇതിലേതെങ്കിലൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് കുറയ്ക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറേ റെഡ്യൂസ് ആവുന്നതായിരിക്കും. അത് വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ 15 ആ ഒരു ഫീച്ചർ ഇല്ല, ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐഫോൺ മേടിക്കുന്നത് വ്ളോഗ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ
അപ്പം ഇത് കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് ഈ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ എക്സ്ട്രാ ഇതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വ്ളോഗൊക്കെ ചെയ്യാൻ 15 എടുക്കണോ 16 എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോണായിരിക്കും സജസ്റ്റ് ചെയ്യുക. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ ക്വാളിറ്റിയേക്കാളും ഈ ഒരു ഓഡിയോ മിക്സ് എന്നുള്ള ഫീച്ചർ കാരണമാണ്. അപ്പം പുറത്തത്തെ സൗണ്ടൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. സോ ഒരു ക്യാമറ ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇല്ല എന്നേ ഉള്ളൂ. ബാക്കി സെൻസേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റിവ്യൂവിൽ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആപ്പിളിന്റെ കേസിൽ ഇപ്പം ഇതാണ് ഓപ്ഷനിലുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഡീൽ ബ്രേക്കർ ആയിട്ടുള്ള ഒരു കാര്യവും വരുന്നുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നോർമൽ യൂസർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ആയേക്കാം. പക്ഷേ നിങ്ങൾ 120 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് ഒക്കെ കളിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഫോണുകൾ എടുക്കാവുന്നതാണ്. ഇപ്പം ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 15 Pro ഒക്കെ നോക്കാവുന്നതാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആപ്പിളിന്റെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ആപ്പിൾ ഐഫോൺ 16. പക്ഷെ ഒരു ഡീൽ ബ്രേക്കറും ഉണ്ട്. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പം ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ആപ്പിളിന്റെ ഒരു ഫോണാണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള പല ആൾക്കാരും ആൻഡ്രോയിഡിന്റെ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്തോളണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഓപ്ഷനിലായിട്ട് വരുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.